പുതിയ തലമുറയിലെ കുട്ടികളെ വഴിതിരിച്ചു വിടുന്നതിൻ്റെ കാരണം ഗ്രൂമിങ് ഗാങ്ങുകളാണോ എന്ന് ഇംഗ്ലണ്ടും ജർമ്മനിയും നടത്തിയ പരീക്ഷണത്തിൽ നിന്നും മനസ്സിലാവുന്നു. ഇംഗ്ലണ്ടിലെയും ജർമ്മനിയിലെയും ഇപ്പോഴത്തെ യുവതലമുറ വളരെ ശിഥിലമാണ്. അവർ വയലൻസ് യൂസ് ചെയ്യുന്നു, അവർ ക്രൂരമായി സെക്സ് ചെയ്യുന്നു, അവർ പ്രോസ്റ്റിറ്റ്യൂഷന് പോകുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ അവർ നിത്യം സഞ്ചരിച്ച് അവിടുത്തെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് മുഴുവൻ നശിപ്പിച്ചു. ലോകം മുഴുവൻ അതാണ് നമ്മൾ കാണുന്നത്. അതേപ്പറ്റി ഒരു സ്റ്റഡി ഈ ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും പ്രത്യേകമായിട്ട് നടത്തി. ഇംഗ്ലണ്ടിലെ സ്റ്റഡി നടത്തിയപ്പോഴാണ് 1995 മുതൽ 2026 ഏകദേശം 30 വർഷത്തോളം സമൂഹത്തിലെ ഈ ഗ്രൂമിങ് ഗ്രൂപ്പുകളാണ് സമൂഹത്തിനെ, നമ്മുടെ പെൺകുട്ടികളെയൊക്കെ നശിപ്പിച്ചതെന്നാണ് കണ്ടെത്തൽ. കാരണം 11നും 16നും ഇടയ്ക്കുള്ള കുട്ടികളെ അവരെ പതുക്കെ ചൂണ്ടയിട്ട് പിടിക്കും. ആ കുട്ടികൾക്ക് തുടക്കത്തിലെ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലോ എവിടെയെങ്കിലും വെച്ചൊരു പരിചയം, ഒരു ഹായ് പറയും. പിന്നെ അവരുമായിട്ട് മൊബൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതിനുശേഷം അവരുമായിട്ട് അടുക്കും. ഒരു ഹോട്ടലിലോ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ചായ കുടിക്കും. പതുക്കെ അവരെ സമൂഹത്തിൻ്റെ പുഴുക്കുത്തുകളായിട്ട് മാറ്റുന്ന പ്രക്രിയയാണിത്. അതിനുശേഷം അവരുമായിട്ട് ലോഹിയായി കഴിഞ്ഞാൽ അല്പം ജ്യൂസ്, പിന്നെ അല്പം ലഹരി. അത് 11നും 16നും വയസ്സ് ഇടയ്ക്കുള്ള കുട്ടികളെയാണ്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഇപ്പോൾ ഈ ലെവലിലോട്ട് വരാനുള്ള കാരണമാണ് ഈ ഗ്രൂമിങ് മെത്തേഡ് ഉപയോഗിച്ച് ബ്രിട്ടനും ജർമ്മനിയും ആ ഗാങ്ങിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കണ്ടെത്തിയത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് അല്പം സ്വല്പം ഗിഫ്റ്റ് അത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് കുട്ടികൾ വശത്താവും. ആ ഒരു ഗാങ്ങുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആളുമായിട്ട് അടുപ്പമാവും. അങ്ങനെ വന്നു കഴിയുമ്പം പതുക്കെ ജ്യൂസിനകത്ത് അല്പം ലഹരിയുടെ ചേർത്ത് കൊടുക്കും. അങ്ങനെ ലഹരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലഹരി ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. എല്ലാ ദിവസവും വിളിക്കുകയും അങ്ങോട്ട് ഒന്നിച്ച് സഞ്ചരിക്കുകയൊക്കെ ചെയ്യും, പല സ്ഥലത്ത് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ സമൂഹത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്തമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിന് പകരം ഈ ഗ്രൂമിങ് ഗാങ് അവരെ ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വരികയാണ്. അങ്ങനെ വരുന്ന കുട്ടികൾ പതുക്കെ അവർ ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമാക്കും. കുട്ടികൾ അതിന് വഴങ്ങും, പുറത്ത് പറയാൻ മേലാതെയാവും, അയാളുമായിട്ട് അത്ര അടുപ്പമാവും. ചിലർ മാത്രമേ കേസുകൾ കൊടുക്കുകയുള്ളൂ. അതേസമയത്ത് അവരുമായിട്ട് മിങ്കിൾ ചെയ്തങ്ങ് പോവും. അങ്ങനെ സെക്സ് വർക്കേഴ്സായിട്ട് വരും. അങ്ങനെ അവരെ നേക്കഡായ ഇവരുടെ ദൃശ്യങ്ങളൊക്കെ കൈക്കലാക്കും. ആ ദൃശ്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ വിൽക്കും. വിദേശ രാജ്യങ്ങളൊക്കെ വിറ്റ് നല്ല പണം സമ്പാദിക്കും. അവർക്ക് ഡ്രഗ്സ് അടിക്കാനും വിനോദയാത്ര പോകാനും അവർക്ക് ഹോട്ടലിൽ കയറി ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുന്നതിനും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഹോട്ടലിലൊക്കെ പോകുന്നതിനും പറ്റും. ഇതുപോലെ ദൃശ്യങ്ങൾ വിറ്റ് ഈ കുട്ടികളറിയാതെ പണം ഉണ്ടാക്കി. ഇത് 1995 മുതൽ നടന്നു വരുന്ന ഒരു സംഭവമാണ് ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ ജർമ്മനിയിലും. അതുപോലെ സമാനമായ എല്ലാ രാജ്യങ്ങളും ഇതൊക്കെ തന്നെ. അവരുടെ സ്റ്റഡി കൊണ്ടാണ് ഇത് ക്രമേണ ഈ ഗ്രൂമിങ് ഗാങ്ങാണ് സമൂഹത്തിനെ ശിഥിലമാക്കുകയും സമൂഹത്തിനെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ഈ ബലാത്സംഗം ക്രൂരമായ ഇതിനുമൊക്കെ അങ്ങ് വിധേയമായി കഴിയുമ്പോൾ അവർക്ക് പിന്നെ ജീവിക്കാനുള്ള പണം വേണം. അതിനവർ പതുക്കെ പ്രോസ്റ്റിറ്റ്യൂഷനിലോട്ട് പോകും. ഇത് പതുക്കെ ഗ്രാജുവലായിട്ട് 11 വയസ്സ് മുതൽ അല്ലെങ്കിൽ 16 ഇടയ്ക്ക് ഇവരെ പിടിക്കപ്പെട്ട് ഈ രീതിയിലേക്ക് കൺവെർട്ട് ചെയ്ത് അവർ പ്രോസ്റ്റിറ്റ്യൂഷൻ പോയി. നമുക്കറിയാം, ഇതുപോലെ കെട്ടുറപ്പുള്ള സമൂഹമായിരുന്ന റഷ്യയും ഉക്രൈനും അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തുള്ള യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇതേ പ്രക്രിയ വന്ന് അവിടെ മുഴുവൻ ഇപ്പോൾ ഫ്രീ സെക്സും റേപ്പും അതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് തലമുറകൾ കഴിഞ്ഞ 2 തലമുറകളും അങ്ങനെ ആയിക്കഴിഞ്ഞു. അവരുടെ മക്കൾ അപ്പനും അമ്മയും കാണിക്കുന്ന ആ പ്രക്രിയ തന്നെ മക്കളും കാണിച്ചു. അതൊരു സംസ്കാരം, ഉന്നത സംസ്കാരമാണെന്ന് അബദ്ധവശാൽ നമ്മളും ചിന്തിച്ചു പോകും. ആ രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന ഇന്ത്യയിലെ ലോകരാഷ്ട്രങ്ങൾക്കറിയാം ഇന്ത്യയുടെ കെട്ടുറപ്പ്, ഇന്ത്യയുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ്, നമ്മുടെ പാരമ്പര്യം. അതിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികൾ പതുക്കെ യൂറോപ്പിലും
അതുപോലെ അമേരിക്കയിലും ഏഷ്യയിലും പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ പോയി പതുക്കെ അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെയല്ല. അത് മറന്ന് ഇന്ത്യയിലും പതുക്കെ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമുക്ക് തുഫാൻ ഇപ്പം അറിയാമല്ലോ, അത് എത്രയോ കേസുകളാണ് എടുക്കുന്നത്. എല്ലാ സ്ഥലത്തും നമുക്ക് കഴിയാനുള്ള അല്ലെങ്കിൽ ദിവസം ആഹാരം കഴിക്കാനുള്ള അരി, അതുപോലെ ഗോതമ്പ് അരി എങ്ങ് ലഭിക്കുന്ന പോലെ അതിനേക്കാളും സുലഭമായിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് ഇപ്പോൾ ലഹരി കിട്ടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എത്രമാത്രം ആൾക്കാരെയാണ് ഇവിടെ ഏകദേശം 4000-5000 ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 4447 കേസുകളും കണ്ട് തുഫാൻ്റെ കേസ് എടുത്തു കഴിഞ്ഞു. ആ മാറ്റം നമ്മൾ ആലോചിക്കണം. ഇതേ രീതി തന്നെയായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടായി. അവിടെ മുഴുവൻ അവരുടെ കുടുംബാന്തരീക്ഷം മുഴുവൻ കൈവിട്ടുപോയി. നമ്മൾ ഇന്ത്യയുടെ പാരമ്പര്യം BC മുതൽ നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയാണ്. അതിലേക്കാണ് ഇന്ത്യയുടെ ലോക സംസ്കാരങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ സംസ്കാരങ്ങൾ മുഴുവൻ ഉറ്റുനോക്കി ഇന്ത്യയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത, നമ്മൾ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്നു, മക്കളെ മാതാപിതാക്കളും സംരക്ഷിക്കുന്നു. മറ്റിടത്തൊക്കെ അങ്ങനെയല്ല, 18 വയസ്സ് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാൻ വീട് വിട്ട് ഇറങ്ങിക്കോണമെന്നാണ് പറയുന്നത്. ആ സംസ്കാരത്തിലല്ല ഇന്ത്യയിൽ. എത്ര പ്രായം ചെന്നാലും മാതാപിതാക്കൾ മക്കളെ, അവരെ പ്രായമുള്ള കൊച്ചുമക്കൾ വരെ ഉള്ള ആ മാതാപിതാക്കൾ അവരെ മക്കളും കൊച്ചുമക്കളും സംരക്ഷിക്കുന്ന നമുക്ക് കാണാം ഇന്ത്യയിൽ. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ലോകം മുഴുവൻ നമ്മൾ എങ്ങനെയാണ് ഈ ലെവലിലിട്ട് ചെന്നതെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാരമ്പര്യം അതാണ്. ബെഡ് റിഡൻ ആയി കിടക്കുന്ന മാതാപിതാക്കളെ യൂറോപ്പിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ അവർ തഴഞ്ഞിട്ട് പോകും. അവരേതെങ്കിലും ഇതുപോലെ സംരക്ഷിക്കപ്പെടുന്ന ഏതെങ്കിലും യൂണിറ്റിലോ ഏതെങ്കിലും ഹെൽത്ത് കെയറിൽ എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് അവർ സ്ഥലം വിടും. പണം എത്തിച്ചു കൊടുക്കുന്ന ചിലപ്പം ചിലർ എത്തിച്ചു കൊടുത്തെന്നും വരും. പക്ഷേ ചിലർക്ക് അതില്ല. ഇത് ലോകത്തിലെ മാനുഷികത അത് അറ്റുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ത്യയെ അത് കുറേയൊക്കെ സ്പർശിച്ചിട്ടുണ്ടെങ്കിലും ആ വിദേശത്തെ സംസ്കാരം ഇന്ത്യയിലെ ഒരു 5%, 10% മാത്രമേ ആ രീതി ചിന്തിക്കുന്നുള്ളൂ. അവരാണ് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കുന്നത്, അവരാണ് ഇവിടെ കിടന്ന് വയലൻസ് ഉണ്ടാക്കുന്നത്, അവരാണ് ഇവിടെ കിടന്ന് ഈ രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്നത്. വളരെ തുച്ഛമായ ഒരു ശതമാനം ആൾക്കാർ, ഒരു 15-10%, 10% എന്ന് പറയാം. ബാക്കി മുഴുവൻ ഇന്ത്യയുടെ ശക്തി നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ കുടുംബ പശ്ചാത്തലം. ജാതി മത ഭേദമന്യേ ഏത് കമ്മ്യൂണിറ്റി ആയാലും ഏത് മതമായാലും ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ചാണ് ആ കമ്മ്യൂണിറ്റികൾ, ആ മതവിഭാഗങ്ങളെല്ലാവരും മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നിന്ന് മുന്നോക്ക ജാതിയൊന്നോ പിന്നോക്ക ജാതിയൊന്നോ ട്രൈബൊന്നൊന്നുമില്ല. അത് നമ്മുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെ ഊന്നിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് വിദേശികൾ പലരും ഇവിടെ വന്ന് നമ്മുടെ കുടുംബജീവിതത്തെപ്പറ്റി പഠിക്കുന്നത്. അതുതന്നെയല്ല, ഇപ്പോഴത്തെ തലമുറകളിലെല്ലാവരും പിയർ പ്രഷർ ഉണ്ടാകുന്നുണ്ട്. പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ കുട്ടികളുടെ ഇടയ്ക്ക് ആളാകാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അതൊരു നല്ല ലക്ഷണമല്ല. ആളാകുമ്പോൾ അവനെ എന്ത് വേണമെങ്കിലും ചെയ്ത് കാണിക്കും. അവർ പറയുന്നതനുസരിച്ച് ഇവർ ചാടും. അങ്ങനെ പലർക്കും അപകടം ഉണ്ടാവും. സമൂഹത്തിൽ അവൻ കാണിക്കുന്ന പ്രവൃത്തി മറ്റവനെ 2 തല്ലണമെന്ന് കൂട്ടുകാരെ ഇളക്കി വിട്ട് ഇവൻ പോയി തല്ലും. അങ്ങനെ പിയർ പ്രഷർ ആളാകാൻ വേണ്ടിയിട്ട് എല്ലാ സ്കൂളിലും കോളേജിലും ഉണ്ടാവും. നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ വഴിതെറ്റുന്ന ഒരു ഏരിയയാണ് അത് പിയർ പ്രഷർ. സാമൂഹിക ഘടനകളുടെ സ്വാധീനം അതും വളരെ മോശമാണ്. SFI, DYFI ഉള്ള സംഘടനകൾ കുട്ടികളെ മർദ്ദിക്കുന്നതും അവർ വയലൻസ് ഉപയോഗിക്കുന്നതും പല കുട്ടികളും മരണപ്പെടുന്നതും പലർക്കും പരിക്കേറ്റതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അത് ആ സാമൂഹിക ഘടനയിലും ഇത് പ്രതിഫലിച്ചു തുടങ്ങി നമ്മുടെ കേരളത്തിലും. കാരണം ഇന്ത്യയിൽ ഒരിടത്തും ഇതുപോലെ കുട്ടികൾ വയലൻസിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ ഒക്കുന്നില്ല. ഏതായാലും ഇതിനെപ്പറ്റി ഒരു സ്റ്റഡിയാണ് ഇംഗ്ലണ്ടിൽ അവർക്കുണ്ടായ ഈ മാറ്റത്തിൻ്റെ കാരണം. ബ്രിട്ടനിലെ ഗ്രൂമിങ് ഗ്യാങ്ങുകളെ പറ്റി വളരെ വിശദമായിട്ട് അവർ പഠിച്ചിരിക്കുന്നു. അത് ജർമ്മനിയും ആ രീതിയിൽ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, റഷ്യയിലെ ശിഥിലമായ കുടുംബ പശ്ചാത്തലം കാരണം റഷ്യയിലെ പെൺകുട്ടികളെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. ഇന്ത്യയിലൊക്കെ ധാരാളം റഷ്യൻ പെൺകുട്ടികൾ അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ അത് അവരെ കുടുംബ പശ്ചാത്തലം നേരത്തെ ഉണ്ടായിരുന്നെല്ലാം കൈവിട്ടു പോയി. ആ ഒരു സംസ്കാരം ഇതുവരെ ഇന്ത്യ കൈവിട്ടിട്ടില്ല. നമ്മൾ ലോകത്തിലെ ഈ മാറ്റങ്ങളെ എല്ലാം കണ്ടിട്ട് നമ്മുടെ കുടുംബ പശ്ചാത്തലവും അത് വീണ്ടും അതിശക്തമായി തന്നെ കൊണ്ടുപോകേണ്ട ഒരു ചുമതല ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകർക്കും ഇവിടുത്തെ എഴുത്തുകാർക്കും ബുദ്ധിജീവികൾക്കെല്ലാം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോലെ. അതുകൊണ്ട് ഈ ഗ്രൂമിങ്, ഇംഗ്ലണ്ടുകാർ പറഞ്ഞ പോലെ
ഗ്രൂമിങ് ഗ്യാങ്ങിനെ തച്ചുടച്ച് കളയേണ്ടി വരും. അതിൻ്റെ പ്രാരംഭം തന്നെയാണ് നമ്മളിവിടെ തുഫാൻ്റെ ആ ലഹരിക്കെതിരായിട്ടുള്ള നീക്കം എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് മാതാപിതാക്കളും എല്ലാവരും നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ കുടുംബ പശ്ചാത്തലവും അതിൽ നിന്ന് മാറി സഞ്ചരിക്കാതിരിക്കാൻ നോക്കണം. മാതാപിതാക്കൾ ഇപ്പം 1-2 തലമുറയായിട്ട് വളരെ മോശമായ മാതാപിതാക്കളാണ്. കാരണം അവരും ആ യൂറോപ്പിലും പോയി പഠിച്ചതിൻ്റെയും അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെയൊക്കെ അവർക്ക് ഇന്ത്യൻ സംസ്കാരം വിട്ടുമാറി സഞ്ചരിച്ച് അത് ഇന്ത്യയിലും അവരുടെ കുടുംബത്തിലും വീട്ടിലുമൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് നല്ലൊരു പ്രവണതയല്ല. അതുകൊണ്ട് സമഗ്രമായ ഒരു ബോധവൽക്കരണം ഈ കാര്യത്തിൽ നമുക്ക് ആവശ്യമാണ്. അതുതന്നെ ഈ വീണ്ടും വിചാരമേ ഇല്ലാതെ സാഹസ ബുദ്ധിക്ക് പലരും പോകുന്നത് കാണാം. വിദേശങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ അനാവശ്യമായിട്ട് യാത്ര ചെയ്തും കുടുംബം വിറ്റും അതിൻ്റെ പണം കൊണ്ടൊക്കെ പോകുന്ന ധാരാളം ആൾക്കാരെ ഇപ്പം മലയാള കരയിൽ കാണാനുണ്ട്. ഏതായാലും അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുകയും സാമൂഹ്യ ഭദ്രതയുള്ള കുടുംബത്തിലെ ഒരു കുടുംബാംഗമായി മാറുന്നതിനും സമൂഹത്തിനോടും കുടുംബത്തിനോടും കടപ്പാടുള്ള ഒരു തലമുറയായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനും നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ആ സംസ്കാരത്തിൽ ലയിച്ച് അവിടുന്ന് അവസാനം തിരസ്കരിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. നമുക്ക് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള ഈ രാജ്യത്തിൻ്റെ ഭദ്രത കളയാതെ നമ്മൾ എല്ലാവരും ആ ഒരു കടപ്പാടോടുകൂടി ആ ഒരു ധാരണയോടുകൂടി അങ്ങനെ ഒരു അറിവിൻ്റെ ലോകത്തേക്ക് കുട്ടികളും നമ്മളെല്ലാവരും സഞ്ചരിക്കണം. കുടുംബ പശ്ചാത്തലം മറക്കാതെ മുന്നോട്ടുള്ള ജീവിതം നയിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.